ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് മ്യൂസിലി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിന്റെ റിവ്യൂമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോ സ്പീക്കറിനെ കുറിച്ച് റിവ്യൂ പറയുമ്പോൾ ഇൻട്രോ പറയാനൊന്നും പറയാനില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു NKS Games and Vlogs. It's me, Nandu Krishnan. Everybody gonna party like it's nothing to lose. 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 Everybody bring. ഇൻട്രോ കണ്ടതുപോലെ തന്നെ നമ്മൾ മ്യൂസിലിയുടെ SC211 എന്ന് പറഞ്ഞ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ആണെന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഇതാണ് ആ സാധനം. നല്ല റെക്ടാങ്കിൾ ഷേപ്പില് എൻസ് ഒക്കെ നല്ല പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു ഫോമിലാണ് ഈ സ്പീക്കർ വരുന്നത്. ഈ സ്പീക്കറിന്റെ ഓൾ ഓവർ ലുക്ക് പറയാനാണെങ്കിൽ ഫ്രണ്ടിൽ ഒരു ഗ്രില്ല് പോലത്തെ ഷേപ്പില് സെൻട്രൽ മ്യൂസിലി എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിങ്ങോടാണ് ഇതിന്റെ ഫ്രണ്ട് സൈഡ് വരുന്നത്. പിന്നെ നമ്മൾ ഇതിൽ സൈഡ് നോക്കുവാണെങ്കിൽ സൈഡ്സിലായിട്ട് ഏറ്റവും മുകളിലായിട്ട് തന്നെ നമുക്ക് ഇതിന്റെ കൺട്രോൾസ് ഒക്കെ വരുന്നുണ്ട്. കൺട്രോൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് വരുന്നത് പ്ലേ നെക്സ്റ്റ് ട്രാക്ക് ചേഞ്ച് ചെയ്യാനുള്ള മോഡും, പിന്നെ മൂന്നാമത്തെ സ്വിച്ച് വരുന്നത് പോസ് ചെയ്യാനുള്ള മോഡും, പിന്നെ മോഡ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു സ്വിച്ചും, പിന്നെ അവസാനമായി കോള ക്യാൻസൽ ചെയ്യാനും പ്രൊജക്ട് ചെയ്യാനുള്ള ഒരു സ്വിച്ചുമാണ് വരുന്നത്. ഈ ട്രാക്ക് ചേഞ്ച് ചെയ്യാനുള്ള സ്വിച്ചിൽ തന്നെയാണ് നമുക്ക് ലോങ് പ്രസ് ചെയ്യുമ്പോൾ വോളിയം അപ്പും ഡൗണും വരുന്നത്. പിന്നെ നമ്മൾ നേരെ ഈ സ്പീക്കറിന്റെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരു USB പോർട്ടും ഒരു ചാർജിങ് പോർട്ടും ആണ് വരുന്നത്. സാധാ നോർമൽ പഴയ ഫോൺസിലുള്ള ചാർജിങ് പോർട്ടാണ് വരുന്നത്. പിന്നെ ഒരു ഓക്സിന്റെ ഒരു പോർട്ട് വരുന്നുണ്ട്. പിന്നെ ഓൺ ഓഫ് സ്വിച്ചും, പിന്നെ ഒരു TF കാർഡ് റീഡറിന്റെ ഒരു സ്വിച്ചും ഉണ്ട്. കാർഡാണെങ്കിൽ 32 GB വരെയുള്ള എല്ലാ കാർഡും ഇത് സപ്പോർട്ട് ചെയ്യും. ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ബാക്ക് സൈഡിൽ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന നല്ല 2 റബ്ബർ ബുഷ് ആണ്. അതിന്റെ കൂടെ തന്നെ ഇതിന്റെ മോഡൽ നെയിമും പിന്നെ ഇതിന്റെ ചാർജിങ് ഔട്ട്പുട്ടും ബാക്കി സാധനങ്ങളൊക്കെ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി സ്പീക്കറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇത് ബ്ലൂടൂത്ത് 5.0 എന്ന് പറഞ്ഞ ബ്ലൂടൂത്ത് വെർഷൻ എനേബിൾഡ് ആയിട്ടുള്ള ഒരു സ്പീക്കറാണ്. നമുക്കൊരു 10 മീറ്റർ വരെയുള്ള റേഞ്ചിൽ നമുക്ക് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്താൽ ഇതിന്റെ പാട്ട് നമുക്ക് കേൾക്കാൻ പറ്റും, ബ്രേക്ക് ഇല്ലാതെ. അത് കഴിയുമ്പോൾ ചെറുതായിട്ട് ബ്രേക്ക് ആയി തുടങ്ങും. പിന്നെ ഇതിൽ വരുന്ന ഇൻബിൽട്ട് മൈക്ക് വരുന്നുണ്ട്. പിന്നെ ഹാൻഡ് ഫ്രീ കോളിംഗ് ഇതുണ്ട്. പിന്നെ സ്പ്ലാഷ് പ്രൂഫ് ആണ് നമ്മുടെ ഈ സ്പീക്കർ. ഇത്തിരി വെള്ളം തെറിച്ചാലൊന്നും കുഴപ്പമില്ല. നമുക്ക് ഈ സ്പീക്കർ ഉപയോഗിക്കാൻ ബീച്ചിൽ പോണവർക്കും ഈ ട്രക്കിങ്ങിന് പോണവർക്കും വാട്ടറിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്പീക്കറാണ്. മഴയത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സ്പീക്കറാണ്. 3 വോൾട്ടിന്റെ 2 സ്പീക്കറാണ് നമുക്ക് ഇതിൽ വരുന്നത്. ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്ന 11 മണിക്കൂറാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഞാൻ പക്ഷെ ഉപയോഗിച്ചപ്പോൾ എനിക്കൊരു 12 hours അടുപ്പിച്ച് എനിക്ക് നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു 2 to 3 hours ചാർജിങ് ടൈമും നമുക്ക് ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇതിൽ വരുന്ന ബാറ്ററി എന്ന് പറയുമ്പോൾ 1800 mAh ലിഥിയം ബാറ്ററിയാണ് വരുന്നത്. പിന്നെ ഇതിന്റെ വെയിറ്റ് വരുന്നത് 340 gram ആണ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. അപ്പോൾ നമുക്കിനി ഈ സ്പീക്കറിൽ ഒരു പാട്ട് നമുക്കിത് ഓണാക്കി ഇതിന്റെ ഓൺ ആകുമ്പോൾ ഉള്ള ട്യൂണും പിന്നെ പാട്ട് കേൾക്കാനുള്ള മോഡൊക്കെ നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ഈ സ്പീക്കർ ഒന്ന് ഓൺ ആക്കാം. ഓൺ ആകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്ന രീതിയിൽ തന്നെ പറയുന്നുണ്ട്. ഇവിടെ ഒരു എക്സ്ട്രാ ആയിട്ട് നമുക്ക് ഇവിടെ ഒരു ബ്ലൂ ഇൻഡിക്കേറ്റർ നമുക്ക് ഇവിടെ ബ്ലിങ്ക് ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ബ്ലൂ ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിപ്പം ഫോണുമായിട്ട് കണക്ട് ചെയ്യാം. സ്പോണ്ടേനിയസ് തന്നെ ഫോൺ ഓൺ ആക്കിയത് ഫോണുമായിട്ട് കണക്ട് ആയിട്ടുണ്ട്. ഇതിപ്പം നമുക്ക് അടുത്തൊരു പാട്ടിട്ട് നോക്കാം. ഇതിന്റെ ഓളിയം ഇപ്പൊ ഫുൾ ആക്കാം. ഓളിയം ഫുള്ളാണ്. നമുക്ക് നമ്മുടെ ഫോണിൽ ഒരു 50% ആദ്യം ഓളിയത്തിൽ പാട്ടിടാം. Kids screaming in their cradles, profanities. I see the new ice covered in ink and bleach. Cross out the ones who heard my cries and watched me weep. നമുക്ക് ഓളി ഫുൾ ആക്കാം. Fire spreading all around my room. My world's so bright, it's hard to breathe, but that's alright. Hush. ഇതാണ് ഫുൾ എന്ന ശബ്ദം വരുന്നത്. ബാസൊക്കെയുള്ള ശബ്ദമാണ് നമുക്ക് പാട്ട് നോക്കാം. സോ അപ്പം ഇതാണ് ഇതിലെ സൗണ്ട് ഔട്ട്പുട്ട് നമുക്ക് വരുന്നത്. നല്ല
നല്ല നല്ല ബാസും നല്ല ക്ലിയർ ആയിട്ടുള്ള ഔട്ട്പുട്ട് ശബ്ദമാണ് നമുക്കിന് വോളിയം പിന്നെ കുറയ്ക്കാം. അതിലിപ്പോ വോളിയം കുറച്ചിട്ടുണ്ട്. നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ USB നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. USB കണക്ട് ചെയ്യാം. USB കണക്ട് ആയിട്ടുണ്ട്. നമ്മൾ 25% ശബ്ദം വെച്ചിരിക്കുന്നത് സ്പീക്കറിൽ. 50% ആണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഫോണിൽ ഒരു 100% വെക്കണമെങ്കിൽ ആ ശബ്ദം നമുക്ക് 50% USB കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. അപ്പൊ USB ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. Kids screaming in the cradles, profanities. I see the new ice covered in ink and bleach. Cause all the ones who never cries and watch me weep. I love that they say fire spreading all around my room. My world's so bright, it's hard to breathe, but that's alright. Hush. ഞാൻ 100 ആക്കിയില്ല. ഒരു 75% ആയപ്പോൾ തന്നെ നമ്മൾക്ക് ചെവി പോലെ കേൾക്കാൻ പറ്റുന്ന ശബ്ദമാണ്. റൂമൊക്കെ നല്ല കൈയൊക്കെ നല്ല കുലുങ്ങുന്ന ഒരു ബാസ് നമുക്ക് ഇത് കിട്ടുന്നുണ്ട്. കൈയൊക്കെ നല്ല വിറയ്ക്കുന്നുണ്ട്. നമുക്ക് പിടിക്കുമ്പോൾ അറിയാൻ പറ്റും. ഞാനിത് പർച്ചേസ് ചെയ്യുന്നത് ആമസോണിൽ നിന്നാണ്. നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. ലിങ്ക് ഒന്നും ഞാൻ കൊടുക്കുന്നില്ല, നിങ്ങൾക്ക് നോക്കാം. മിസിലിൽ നിന്ന് സെർച്ച് ചെയ്താൽ മതി. ഇപ്പോ ഒരു ഓഫർ ഉണ്ട്. 1199 ആണ് ഇപ്പം ഇതിന്റെ വില വരുന്നത്. ഒറിജിനൽ പ്രൈസ് വരുന്നത് 2499 rupees ആണ്. 2500 രൂപയാണ് ഇതിന്റെ പ്രൈസ്. 2500 രൂപയ്ക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിലുള്ള സാധനം നമുക്ക് ഇതിലുണ്ട്. നല്ല ബ്ലൂടൂത്ത് സ്പീക്കറിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. പക്ഷെ ഇത് USB ക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നതാണ് എനിക്ക് മനസ്സിലായത്. നമ്മൾ ഫോണുമായിട്ട് കണക്ട് ചെയ്യുന്നതിനേക്കാളും ബ്ലൂടൂത്ത് നമ്മൾ USB കണക്ട് ചെയ്യുമ്പോൾ നല്ല ശബ്ദം നമുക്ക് ഇതിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മളിപ്പോ ഫോണിൽ ഒരു 100 വെക്കുമ്പോൾ ഉള്ള ശബ്ദം USB വഴി കണക്ട് ചെയ്യുമ്പോൾ 25-30 നമുക്ക് ആ ശബ്ദം കിട്ടുന്നുണ്ട്. ഫുൾ റേഞ്ചിൽ വരുന്ന ശബ്ദം കിട്ടുന്നുണ്ട്. 100 പോകുമ്പോഴേക്കും നല്ല കൈയൊക്കെ നല്ല വിറക്കി കൈ വെക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നമുക്ക് ഈ സ്പീക്കറിൽ വരുന്നത്. നമ്മൾ പിന്നെ ഈ സ്പീക്കറിന്റെ കൂടെ നമുക്ക് ഇതിന്റെ ബോക്സിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ചാർജിങ് കേബിൾ വരുന്നുണ്ട്. അഡാപ്റ്റർ വരുന്നില്ല, ചാർജിങ് കേബിൾ മാത്രമാണ് വരുന്നത്. നമ്മൾ ഫോണിൽ ഉപയോഗിക്കുന്ന അഡാപ്റ്റർ ഉപയോഗിച്ചാൽ മതി. പിന്നെ ഒരു ഓക്സ് കേബിളും പിന്നെ ഒരു യൂസർ മാനുവലും ഇതിന്റെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഈ മിസ്ലി സ്പീക്കറിന്റെ റിവ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ഞാൻ മറുപടി തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ഓർക്കേണ്ടത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. സോ ഇറ്റ്സ് മീ നന്ദകൃഷ്ണൻ സൈനിങ് ഔട്ട്. ബൈ.